ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാഷ്മാലോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ മാഷ്മാലോസ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഒരു വ്യത്യാസമില്ല, സെയിം ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, സത്യം പറഞ്ഞാൽ വെറും 2 ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ബാക്കിയൊക്കെ നമുക്ക് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മാഷ്മാലോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ജലാറ്റിൻ വേണം. ഞാനിപ്പോൾ ചോസൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. ഇത് 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. നമുക്ക് എല്ലാ സ്റ്റോഴ്സിലും ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം ജലാറ്റിനൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം. ഞാനിപ്പം ചൂടുവെള്ളത്തിലേക്ക് ജലാറ്റിൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/3 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ജലാറ്റിനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തണുത്ത വെള്ളത്തിൽ ജലാറ്റിൻ ഇട്ടിട്ട് സാധാരണ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കില്ലേ, അതുപോലെ ഡബിൾ ബോയിൽ ചെയ്യുക, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലേക്ക് ആ പാത്രം ഇറക്കി വെക്കുക. അങ്ങനെയൊക്കെ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കല്ല വേണ്ടത്, വെള്ളത്തിൽക്കാണ് ഈ ജലാറ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടിപ്പോട്ടോ. എന്നിട്ട് ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതിനത് മെൽറ്റായിട്ട് വരും. പിന്നെ വേറൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുക. ഇത് നമ്മൾ മാഷ്മാലോ സെറ്റ് ചെയ്യുന്ന പാത്രം ടെസ്റ്റ് ചെയ്യാനും പിന്നെ അവസാനം മാഷ്മാലോ സെറ്റായി വന്നതിന് ശേഷം അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോറും പഞ്ചസാരയും ഇങ്ങനെ മിക്സ് ആക്കി വെക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മാഷ്മാലോക്കുള്ള പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിൽക്കായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്ര പഞ്ചസാരയാണ് എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിൽ വെള്ളം. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് അലിഞ്ഞ് വരാനായിട്ട് വെക്കുക. കുറച്ച് സമയം എടുക്കും കേട്ടോ, ഒരു 6-7 മിനിറ്റ് എന്തായാലും എടുക്കും നല്ലോണം മെൽറ്റായിട്ട് വരാൻ. ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി, അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടും. സത്യത്തിൽ നമുക്ക് ഈ പഞ്ചസാരയും പിന്നെ ജലാറ്റിനും മാത്രം മതി ഈ മാഷ്മാലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കോൺഫ്ലോറിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന് പകരം പഞ്ചസാര പൊടി തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്താലും റെഡി ആയിട്ട് കിട്ടും. ഞാൻ പിന്നെ എല്ലാ റെസിപ്പീസിലും കോൺഫ്ലോർ യൂസ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ചെയ്തതാണ്. ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കോൺഫ്ലോറിൻ്റെ വലിയൊരു ആവശ്യമില്ല എന്നുള്ളത്. പഞ്ചസാര മെൽറ്റായിട്ട് വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ തെളിഞ്ഞ് കാണാനായിട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇടയ്ക്ക് ഇതിൽ നിന്ന് കുറച്ച് പഞ്ചസാരൻ്റെ വെള്ളം എടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്കൊന്ന് ആക്കി കൊടുക്കുക. ഒന്നിങ്ങനെ ഒരു 2-3 ഡ്രോപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒരു ബോൾ പോലെ നമുക്ക് പിടിക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ കുറച്ച് ഡ്രോപ്സ് ഈ വെള്ളത്തിലേക്കായിട്ട് ഇട്ട് കൊടുത്തിന്. ഇനി അത് കൈ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ കഴിയുന്നുണ്ടോ നോക്കുക. മീൻസ് ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടണം, അതുപോലെയാണ് വേണ്ടത്. ഇതായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ പഞ്ചസാര ഡിസോൾവ് ആയിട്ട് പോകും, നമുക്കിങ്ങനെ പിടിക്കാനായിട്ട് കഴിയൂല, മൊത്തത്തിൽ അലിഞ്ഞു പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇതാ ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് സിമ്മിൽക്കാക്കുക. എന്നിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ജലാറ്റിൻ ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിക്കുന്ന സമയത്ത് മൊത്തത്തിൽ ഇങ്ങോട്ട് പതഞ്ഞു പൊന്തും. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്. ഇതുപോലെ ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പതഞ്ഞു പൊന്തിയിട്ട് പാത്രത്തിൻ്റെ പുറത്തേക്കൊക്കെ ആവും. അങ്ങനെ അത് മൊത്തത്തിൽ ഒഴിച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ മിക്സാക്കി എടുത്ത് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം താന്നിട്ട് കളറൊക്കെ ഇങ്ങനെ മാറാനായിട്ട് തുടങ്ങും. ഒരു ഇത്തിരി ലൈറ്റ് കളറൊക്കെ ആയിട്ട് വരാൻ തുടങ്ങും. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയാൽ മതി, വല്ലാതെ തണുക്കാനായിട്ട് വെക്കരുത് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ഇത് സെറ്റായിട്ട് പോവും. അപ്പോൾ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്ന ആ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഇത് നല്ല പോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം ചെറിയ സ്പീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് സ്പീഡ് ഇങ്ങനെ കൂട്ടി കൊടുത്താൽ മതി. നമുക്കിത് വിസ്ക് വെച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ കുറേ സമയം എടുക്കും, അതുപോലെ തന്നെ കൈക്ക് ഭയങ്കര പിടുത്തം വരും. ഇതിപ്പം ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ഷുഗർ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര സ്റ്റിക്കിയായി വന്നിട്ട് നമ്മളെ കൈക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും. ഇങ്ങനെ ഇളക്കുമ്പോൾ നല്ല ഹാർഡായിട്ടുള്ള പോലെ തോന്നും. പിന്നെ ഞാൻ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഒരു ഇത്തിരി ടേസ്റ്റ് വന്നോട്ടേ വിചാരിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലോണം പിടുത്തം വരുന്നുണ്ടായിട്ടോ ഈ ഒരു സമയമായപ്പോൾ തന്നെ. അങ്ങനെ ഇതിൻ്റെ കളറ് മാറിയിട്ട് വൈറ്റ് ആയിട്ട് വരും, കുറച്ചൊന്ന് പൊന്തിയിട്ട് വൈറ്റ് പോലായിട്ട് വരും. ഇനി ഇതൊരു റിബൺ കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.
നല്ലപോലെ വലിയുന്നൊരു ടെക്സ്ചർ അയക്കുന്നു കേട്ടോ ഇതിപ്പം. ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നത് ഒരു സ്കൂളിലേക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകുന്ന ഒരു പാത്രത്തിലാണ്. അതിലാദ്യം ക്ലിംഗ് റാപ്പ് വെച്ച് കൊടുത്തിട്ട് പിന്നെ നേരത്തെ ഞാൻ കാണിച്ചിട്ടില്ലേ കോൺഫ്ലോറും പഞ്ചസാര പൊടിച്ചതും ആ ഒരു മിക്സ് കുറച്ചിട്ട് കൊടുത്താണ്. എന്നിട്ട് അതൊന്നിങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചത് മാത്രമാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇതിൽക്കായിട്ട് നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ചെന്നുള്ള വൈറ്റ് പോർഷൻ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പകുതി ഭാഗം ആ പാത്രത്തിൽക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ എയർ ബബിൾസ് ഒക്കെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പാത്രം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഷുഗർ മിക്സിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ഡ്രോപ്പ് ആഡ് ചെയ്തതാണ്. എന്നിട്ട് അതും ഈ വൈറ്റിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സാക്കി എടുക്കുകയാണ്. ഇത് അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ കളർ ഒന്ന് മിക്സ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നേരത്തെ ഒഴിച്ചിട്ടുള്ള വൈറ്റിൻ്റെ മേലക്കായിട്ട് ഈ പിങ്കും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, 2 കളർ ആക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ അവിടേക്കും ഇവിടേക്കായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ പാറ്റേൺ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊക്കെ പാറ്റേൺ പോലായിട്ട് വരും. എനിക്ക് അപ്പം അത് കത്തിയിട്ടില്ല. ഇനി ഞാൻ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. എന്നിട്ട് പിന്നെ എയർ ബബിൾസ് പോക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്തു. അതിനുശേഷം പൊന്തി വന്നിട്ടുള്ള എയർ ബബിൾസൊക്കെ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ കോൺഫ്ലോറിൻ്റെയും പഞ്ചസാരൻ്റെയും മിക്സ് ഇതിൻ്റെ മേലക്കായിട്ട് അരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ ഇത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. താഴത്ത് വെക്കുക. എന്നിട്ട് ഓവർനൈറ്റ് വെച്ചിട്ട് ഇത് തണുപ്പിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ, മിനിമം 8 മണിക്കൂറെങ്കിലും ഇത് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് തുറന്ന് നോക്കിയപ്പം മേലൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തൊട്ട് കഴിഞ്ഞപ്പോൾ നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ക്ലിംഗ് റാപ്പ് ഇങ്ങനെ എടുത്ത് മാറ്റാം. ക്ലിംഗ് റാപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബട്ടർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടും ഇതിന് പകരമായിട്ട് ചെയ്യാം. എന്നിട്ട് ഈ ക്ലിംഗ് റാപ്പ് മാറ്റുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെയും പഞ്ചസാരൻ്റെയും മിക്സ് മേലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് മൊത്തത്തിൽ ആ ഒരു പൊടിയിൽ വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിയിലും കുറച്ച് ആ പൊടിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടാണ് ഇത് നിൽക്കുക, കത്തിയിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ വെച്ചിട്ട് അങ്ങോട്ട് അമർത്തി കൊടുത്താൽ മതി കത്തി. അല്ലാതെ നമ്മൾ സാധാരണ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ വലിച്ചൊക്കെ ചെയ്തിക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇതാ നല്ല പോലെ ആയി കിട്ടിയിട്ടുണ്ട് മാഷ്മാലോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉണ്ടായിന്. അപ്പോൾ ഞാനെല്ലാം ഇപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാഷ്മാലോസ് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കഴിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ. എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കാതെ ഇത് മാത്രം ഇട്ടിട്ട് കഴിക്കുക. നല്ല ബൗൺസി ആയിട്ടാണ് നിൽക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ അതേ ടെക്സ്ചർ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഗ്യാരണ്ടി പറയാണ്, ഉണ്ടാക്കി നോക്കിയാൽ ഒരിക്കലും ഫെയിലായിട്ട് പോവില്ല. എനിക്ക് മാഷ്മാലോസ് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഒരു പീസ് എടുത്തിട്ട് അതിങ്ങനെ തീയിലേക്ക് കാണിച്ച് കഴിയുമ്പോൾ കുറച്ചൊന്നിങ്ങനെ കരിഞ്ഞ് വരും. അത് നല്ല ടേസ്റ്റാണ് ആ കരിഞ്ഞ ഭാഗവും കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മാഷ്മാലോസ് കഴിക്കലുള്ളത്. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്